ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024-25 അധ്യയന വർഷത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം മുതൽ ഡിഗ്രി 4 വർഷം ആണ്. നമ്മൾ നേരത്തെ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും 4 വർഷ ഡിഗ്രി കോഴ്സുകളെക്കുറിച്ചുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രത്യേകിച്ച് അഡ്മിഷൻ പരമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കേരളത്തിൽ പ്രധാനമായും 4 യൂണിവേഴ്സിറ്റികളാണുള്ളത്. കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ആൻഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും അഡ്മിഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമ്മുടെ 4 ഇയർ ഡിഗ്രി കോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക. ഈ 4 യൂണിവേഴ്സിറ്റികളുടെയും വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അഡ്മിഷൻ സംബന്ധമായി പ്രത്യേകമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജ്, ഗവൺമെൻറ് എയ്ഡഡ്, ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൽഫ് ഫിനാൻസ് ഇങ്ങനെയുള്ള വിവിധ കോളേജുകളിലേക്കുള്ള ആ ഒരു അഡ്മിഷനാണ് പറയുന്നത്. പ്രസ്തുത പ്രോഗ്രാമിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദം പൂർത്തിയാക്കാൻ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ചുവടെ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷനുകൾ ലഭ്യമാണ്. 3 വർഷത്തെ UG ഉണ്ട്. നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് അത് പഠിച്ചിറങ്ങാം. നമ്മളത് വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 4 വർഷത്തെ UG ബിരുദം, അതായത് ഓണേഴ്സ് ആണ്. പിന്നെ 4 വർഷം UG ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 13 മെയ് സ്റ്റാർട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് 31 മെയ് 5 മണി വരെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ജനറൽ വിഭാഗത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് 600 രൂപയാണ്. SC ST PWBD വിഭാഗത്തിന് 300 രൂപയുമാണ്. പിന്നെ അലോട്ട്മെൻറ്റ് തീയതി, കോളേജുകളുടെ അഡ്മിഷൻ എടുക്കേണ്ട തീയതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു 2 വര കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡിഗ്രി അഡ്മിഷൻ്റെ മുഴുവൻ ഷെഡ്യൂളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 13-ാം തീയതി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് 31-ാം തീയതി ക്ലോസ് ചെയ്യും. ഇതിനിടയ്ക്കായിട്ട് 27/5 നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ കൊടുത്ത ആ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ്, നിങ്ങൾ കൊടുത്ത ഡേറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനൊരു അവസരം വരുന്നുണ്ട്. അത് 4/6/2024 വരെയാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 6/6/2024 പ്രസിദ്ധീകരിക്കും. അപ്പം ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് വരുന്നത് 7/6 മുതൽ 12/6 വരെയാണ്. ശേഷം 14/6 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. അത് 15/6 മുതൽ 19/6 വരെയാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അത് BSc BCA കാർക്ക് 20/6 മുതൽ 21/6 വരെയാണ്. BComന് 22 മുതൽ 24 വരെയാണ്. BAയ്ക്കാണെങ്കിൽ 25 മുതൽ 26 വരെയാണ്. പിന്നെ BA നോൺ ലാംഗ്വേജ് BSWന് 27 മുതൽ 29 വരെയാണ്. നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/7/2024 അതിനുശേഷം ഒരു എഡിറ്റ് ഓപ്ഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതുവരെ അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു അവസരവും വരുന്നുണ്ട്. അത് 1/7 മുതൽ 5/7 വരെയാണ്. ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. അത് പ്രസിദ്ധീകരിക്കുന്നത് 8/7 അതിനുശേഷമുള്ള ഫീ പേയ്മെൻറ്റ് വരുന്നത് 9/7 മുതൽ 11/7 വരെയാണ്. അതിനുശേഷം SC ST PWBD ആപ്ലിക്കേഷൻസ്, അവർക്കും പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവർക്ക് അപ്ലൈ ചെയ്യാം. അത് 12/7 മുതൽ 14/7 വരെയാണ്. അവരുടെ അലോട്ട്മെൻറ്റ് വരുന്നത് 15/7 അതിനുശേഷമുള്ള ഫീ പേയ്മെൻറ്റ് 17/7 ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ എല്ലാ വിഭാഗക്കാർക്കുമുള്ള സ്പോട്ട് അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് 18/7 മുതൽ 19/7 വരെയാണ്. ആ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 23/7 അതിനുശേഷം സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് സ്പോട്ട് അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് 24/7 മുതൽ 25/7 വരെയാണ്. അതിനുശേഷം വീണ്ടും ഈ ഒരു സീറ്റ് വേക്കൻസിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് എയ്ഡഡിലൊക്കെ വീണ്ടും സ്പോട്ട് അഡ്മിഷൻ നടക്കും. അത് 26 മുതൽ 27 വരെയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു എല്ലാ വേക്കൻസീസും ഫില്ലാവുന്നിടം വരെ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കും. അതാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിലൂടെ ഫില്ല് ചെയ്യുന്നത്. എന്താണ് സ്പോട്ട് അഡ്മിഷൻ എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് ചെയ്യും. 30/8 നിങ്ങളുടെ അഡ്മിഷൻസ് എല്ലാം തന്നെ ക്ലോസ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ അഫിലിയേറ്റഡ് കോളേജസ് UG പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തുടങ്ങാനായിട്ട് രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഇവിടെ നിങ്ങൾ നോക്കുക,
ഇവിടെ നിങ്ങൾക്ക് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഈ ഒരു 4 വർഷ ഡിഗ്രിയെക്കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ എന്താണ് ആ ഒരു രജിസ്ട്രേഷൻ വെയിറ്റേജ് മാർഗിനെക്കുറിച്ച് ഫീയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ നന്നായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ആരംഭിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് MG യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് UGP ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റി ബിരുദ ഏകജാലകം MG സർവകലാശാലയോട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിവിധ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അത് പിന്നീട് ഇതിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പുതിയൊരു അഡ്മിഷൻ കലണ്ടർ പ്രകാരം ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റി, അതായത് 4 യൂണിവേഴ്സിറ്റികളുടെയും ക്ലാസ്സസ് ഏകദേശം ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു രജിസ്ട്രേഷൻ ക്ലോസ് ആവുന്നത്. അടുത്ത ഇനി ഫീസ് സ്ട്രക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എയ്ഡഡ് കോളേജുകളുടെയും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളുടെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ ഫീസ് ഇല്ല. എയ്ഡഡ് കോളേജുകളുടെ ഫീസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇയറിൻ്റെ ഫീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അൺഎയ്ഡഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ അറിയാനാണെങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ആ ഒരു ഓരോ സെമസ്റ്ററിൻ്റെയും ആ ഒരു ഫീസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് എത്ര പ്രോഗ്രാംസ് ഉണ്ട്, കോളേജസ് ഏതൊക്കെയാണ്, വുമൻസ് കോളേജസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ ധൃതി വെച്ച് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സമയം ഉണ്ടാവും. നിങ്ങൾ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ തുടങ്ങുക. കാരണം നമ്മൾ ആദ്യം തന്നെ രജിസ്ട്രേഷനൊക്കെ തുടങ്ങി ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പല വിദ്യാർത്ഥികൾക്കും ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരാതെ നിങ്ങൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ കരുതുക. അതിനുശേഷം അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടാണെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് അലോട്ട്മെൻറ്റ് 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ്? ഫസ്റ്റ് നിങ്ങളൊരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് സെക്കൻഡ് പേജിൽ കൊടുക്കേണ്ടത്. പിന്നെ ഓപ്ഷൻ സെലക്ഷൻ ആണ് തേർഡ് പേജ്. ഫോർത്ത് പേജ് ഫീ പേയ്മെൻ്റ് ആണ്. പിന്നെ ഫിഫ്ത്ത് പേജിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സിക്സ്ത് പേജിൽ ഫൈനൽ സബ്മിഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ ഓരോ കോഴ്സുകളുടെയും ഫീ സ്ട്രക്ചറൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും എല്ലാ യൂണിവേഴ്സിറ്റികളും. ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്